ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗോതമ്പ് ദോശ വിത്ത് എഗ് കറി. നമുക്ക് ആദ്യം ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്ററി തയ്യാറാക്കാം. നമുക്ക് ആവശ്യത്തിന് ഗോതമ്പ് എടുക്കുക, അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പാൻ വയ്ക്കുക. അതിനുശേഷം ദോശമാവ് ഒഴിച്ച് ദോശയുടെ വട്ടത്തിൽ ചുട്ടെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് നല്ലെണ്ണ തൂക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കാം. നമ്മൾ കുക്കറിലാണ് കേട്ടോ മുട്ട വേവിച്ചെടുക്കുന്നത്. 2 വിസിലിന് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് മുട്ട വേവിച്ചെടുത്തു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടായതിന് ശേഷം നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഇട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ്, അത് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ ഇതിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ മുട്ടക്കറിയിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി അത് തിളച്ചതിന് ശേഷം അതിൽ മുട്ട ചേർക്കണം. മുട്ട ചേർത്ത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അരിപ്പില്ലേ, അത് ഇതിലേക്ക് ചേർക്കുക. ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയായി. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു സിമ്പിൾ റെസിപ്പിയാണ്. കൂടെ ഞാനൊരു കട്ടൻ കാപ്പിയും കുടിക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.